ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് AES എൻക്രിപ്ഷൻ ഇൻ ആൻഡ്രോയിഡ്. ഒരു AES എൻക്രിപ്ഷൻ എങ്ങനെയാണ് ആൻഡ്രോയിഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എന്താണ് AES എൻക്രിപ്ഷൻ എന്നറിയുന്നതിന് മുമ്പ് എൻക്രിപ്ഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈഫർ ടെക്സ്റ്റിന് പ്ലെയിൻ ടെക്സ്റ്റിന് സൈഫർ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. നമ്മളിപ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് പാസ്വേഡ് എക്സാക്റ്റ് പാസ്വേഡ് ആയിരിക്കില്ല അവിടെ കിട്ടുക. നമ്മൾ എൻക്രിപ്ഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ഹെക്സ് കോഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു കീ ആയിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പാസ്വേഡ് 123 ABC 123 # എന്നൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ നമ്മൾ ABC 123 എന്നുള്ള ലെവലിലായിരിക്കില്ല കോഡ് ചെയ്യുക. അതിന് കുറേ ഹാഷിംഗ് ഫങ്ഷൻസ് മാപ്പിംഗ് ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യും അത് വേറെ രീതിയിലേക്ക്. അപ്പോൾ അതൊരു ഹെക്സ് കോഡായിട്ട് അല്ലെങ്കിൽ ഒരു ഹാഷ്ഡ് കോഡായിട്ടായിരിക്കും മാറുക. അപ്പോൾ അത് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിരിക്കില്ല, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു കോഡായിട്ടായിരിക്കും അത് ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത ഈ ഡാറ്റ എന്ത് ചെയ്യും, ഡിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ആ പ്രോസസ്സിലൂടെ ഡിക്രിപ്ഷനിലൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് ആ എക്സാക്റ്റ് നമ്മൾ കൊടുത്ത പാസ്വേഡ് എന്താണോ പാസ്വേഡ് തിരിച്ചു കിട്ടും. ഈ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻക്രിപ്ഷൻ എന്ന് പറയുക. അത് സാധാരണ നമ്മൾ റിയൽ വേർഡിന് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്യണ ഇതിട്ട് കിട്ടുന്ന ഒരു ഡാറ്റ വേറൊരു കോഡ് ലെവലിലേക്ക് മാറ്റും. ഈ പ്രോസസ്സിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡിക്രിപ്ഷൻ ഉണ്ട്. ഡിക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കൺവേർട്ട് ചെയ്ത ഈ കോഡ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എക്സാക്റ്റ് കോഡിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സിനെയാണ് ഡിക്രിപ്ഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും എന്താണ് എൻക്രിപ്ഷന്, എന്താണ് ഡിക്രിപ്ഷന് എന്നുള്ളത്. അതിൽ നമ്മളൊരു ഇംപ്ലിമെൻറ്റഡ് ബൈ ഒരു ഏകദേശം 250C SHK കീ ഉണ്ട്, അതുപോലെ തന്നെ 512 SH കീ ഒക്കെ വിജയിച്ച് നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടാകും, പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് നെറ്റ്വർക്ക്സിൽ ആൻഡ്രൂ എസ് ടാനിംബോം എന്ന് പറഞ്ഞ ഒരു റിസർച്ചർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, നെറ്റ്വർക്കുമായി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അത് അടിപൊളി ബുക്കാണ്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിലൊരു എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിലൊക്കെ അത് ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കുക താല്പര്യമുള്ള ആളുകൾ. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെയാണ് ഒരു AES എൻക്രിപ്ഷന് ആൻഡ്രോയിഡിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ള കാര്യം. ഇനി എൻക്രിപ്ഷനും ഡിക്രിപ്ഷൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം പാസ്വേഡ് ഹാക്ക് ആവാതിരിക്കാൻ, ലീക്കേജ് വരാതിരിക്കാനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്നത്. കാരണം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് ഒരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെയാണ് ഈ എൻക്രിപ്ഷൻ മെത്തേഡ്സും ഡിക്രിപ്ഷൻ മെത്തേഡ്സും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ആൻഡ്രോയിഡിൽ AESൻ്റെ എൻക്രിപ്ഷൻ നടത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഹിയർ ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഹൗ ടു പെർഫോം സിമെട്രിക് കീ എൻക്രിപ്ഷൻ ഇൻ ആൻഡ്രോയിഡ് യൂസിങ് AES. AES മീൻസ് അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. ഇതാണ് പേര്, അതിൻ്റെ ഫുൾ ഫോമാണ്. AES എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡാണ്, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അൽഗോരിതം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അൽഗോരിതമാണ്. അൽഗോരിതം പ്രവർത്തിച്ചിട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പല ടൈപ്പ് അൽഗോരിതംസ് ഉണ്ട്, എൻക്രിപ്ഷൻ മോഡ്സ് ഉണ്ട്, എൻക്രിപ്ഷൻ ആൻഡ് പാഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് മോഡാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുണ്ടോ ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക ഏത് മോഡലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഡിസൈഡ് ദ എൻക്രിപ്ഷൻ മോഡ് ഫോർ എക്സാമ്പിൾ ECB, CBC ആൻഡ് പാഡിംഗ് എക്സാമ്പിൾ PKCS7 that you will use it in AES. For a better security, prefer modes like CBC with an initialization vector form. അത് നമ്മൾ ബെറ്റർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ CBC ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ജനറേറ്റ് ഒബ്റ്റെയിൻ സീക്രട്ട് കീ. എങ്ങനെയാണ് ജനറേറ്റ് ഒബ്റ്റെയിൻ സീക്രട്ട് കീ, അത് ഇത് കൊടുക്കുന്ന ഡിക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നത്, സീക്രട്ട് കീ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ജനറേറ്റ് ചെയ്യും. അത് എങ്ങനെയാണെന്നുള്ള ആ കാര്യങ്ങൾ ചെയ്തു വെക്കണം എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്, യു നീഡ് എ സിമെട്രിക് സീക്രട്ട് കീ ടു പെർഫോം എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ. You can generate once using a key generator or derive it from a password using a key derivation function. അത്രേ ഉള്ളൂ പറഞ്ഞത്. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്
യു നീഡ് എ സിമെട്രിക്ക്, നിങ്ങൾക്ക് ഒരു സിമെട്രിക്ക് ആവശ്യമുണ്ടെങ്കിൽ പെർഫോം എൻക്രിപ്ഷൻ ആൻഡ് എൻക്രിപ്ഷന് വേണ്ടിയിട്ട് സിമെട്രിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നെങ്കിൽ യു ക്യാൻ ജനറേറ്റ് വൺ യൂസിങ് എ കീ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കീ ജനറേറ്റ് ചെയ്യണം. ആൻഡ് ഓർ ഡിറൈവ് ഇറ്റ് ഫ്രം പാസ്വേഡ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പാസ്വേഡിൽ നിന്ന് ഡിറൈവ് ചെയ്യണം യൂസിങ് എ കീ ഡെറിവേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ആ പാസ്വേഡിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനറേറ്റർ ഉപയോഗിച്ചിട്ട് കീ ജനറേറ്റ് ചെയ്തെടുക്കണം. ഇനി എൻക്രിപ്റ്റ് ഡാറ്റ എന്താണ്? എൻക്രിപ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ദ ചൂസൺ എൻക്രിപ്ഷൻ മോഡ് പാഡിംഗ് ആൻഡ് സീക്രട്ട് കീ എൻക്രിപ്റ്റ് യുവർ ഡാറ്റ. അതായത് ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ് എൻക്രിപ്റ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ല പ്രോസസ്സിംഗ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്രിപ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് പറയാം, അത്രേ ഉള്ളൂ. ഇനി ഡിക്രിപ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റയിൽ നമ്മൾ പഴയ മോഡലിലേക്ക് തിരിച്ചെടുക്കുന്നതിനാണ് ഡിക്രിപ്റ്റ് ഡാറ്റ. ടു ഡിക്രിപ്റ്റ് എൻക്രിപ്റ്റഡ് ഡാറ്റ യൂസ് ദ സെയിം എൻക്രിപ്ഷൻ മെത്തേഡ് എൻക്രിപ്റ്റഡ് മോഡ് പാഡിംഗ് ആൻഡ് സീക്രട്ട് കീ ദാറ്റ് യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ. അവിടെ ഉപയോഗിച്ച സീക്രട്ട് കീ ഉപയോഗിച്ച് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു 2 വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഡീപ്പ് ലെവലിൽ പോകുന്ന ആൾക്കാർക്ക് പ്ലെയിൻ ടെക്സ്റ്റ്, സൈഫർ ടെക്സ്റ്റ് എന്ന് പറയും. പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഡാറ്റ, ഇപ്പോൾ ഈ പാസ്വേഡ് ആണെങ്കിൽ റിയൽ പാസ്വേഡ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയും. സൈഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കോഴ്സ് ഹാഷിംഗ് ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ടെക്സ്റ്റിനെയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ പറയാം, എന്താ പറയുക, സൈഫർ ടെക്സ്റ്റ് എന്ന് പറയാം. അതൊരു പ്രധാനപ്പെട്ട ഒരു വേർഡ് ആട്ടോ. ഞാൻ പലപ്പോൾ എൻക്രിപ്റ്റഡ് ഡാറ്റ, ഡിക്രിപ്റ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞതിന് ചില സമയത്ത് ഞാൻ സൈഫർ ടെക്സ്റ്റ്, പ്ലെയിൻ ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നോട്ട്സ്, കുറച്ച് എന്തൊക്കെ നോട്ട്സ് പറയാനുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മേക്ക് ഷുവർ ടു ഹാൻഡിൽ എക്സെപ്ഷൻസ് അപ്രോപ്രിയേറ്റ്ലി ഇൻ റിയൽ ആപ്ലിക്കേഷൻ. എന്താണ് നിർബന്ധമായിട്ടും ഹാൻഡിൽ ചെയ്യാൻ, എക്സെപ്ഷൻസ് വരണമെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡ്സ് നിങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കാണണം, അത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്തിൽ? റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ, നമ്മൾ യഥാർത്ഥ ആപ്ലിക്കേഷൻ അത് പ്രൊഡക്ഷൻ ലെവലിൽ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം എന്നുള്ള പറയാം. ഇനി ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റോർ ആൻഡ് മാനേജ് സീക്രട്ട് കീ സെക്യൂർലി. ഹാർഡ് കോഡിങ് ദ കീസ് ഇസ് എക്സാമ്പിൾ നോട്ട് സെക്യൂർ. അതായത് വളരെ സിമ്പിളായിട്ട് കാര്യം പറയുകയാണെങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ മാനേജ് സീക്രട്ട് കീ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അത് കെയർലെസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കരുത്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സീക്രട്ട് കീ വെച്ചിട്ടാണ് നമ്മൾ എന്ത് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് എന്താണ്, ഈ സീക്രട്ട് കീ മിസ്സായി കഴിഞ്ഞാൽ ഒരിക്കലും ഡാറ്റ എന്ത് ചെയ്യില്ല, നമുക്ക് ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യാനോ പറ്റില്ല. ഹാർഡ് കോഡിങ് കീസ് ഇൻ എക്സാമ്പിൾ നോട്ട് സെക്യൂർ. അത് ഹാർഡ് കോഡ് ചെയ്ത കീസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അത് നോട്ട് സെക്യൂർ ആയിട്ടുള്ളൊരു ഐഡിയ അല്ല എന്നാണ് പറയുന്നത്. ഇത് നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ നോക്കുക. ECB mode is not secure for all types of data, especially when the same block plain text result the same ciphertext block. അത് നമ്മൾ ECB മെത്തേഡ് എല്ലാ സമയത്തും എന്തില്ല, സെക്യൂർഡ് അല്ല എന്നാണ് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഡാറ്റയ്ക്കും. പ്രത്യേകിച്ച് when the same block of plain text result and same ciphertext block, അത് യഥാർത്ഥ ടൈപ്പായ സെയിം ടെക്സ്റ്റ് ടൈപ്പായിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റിനേക്കും, അതായത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാത്ത ഡാറ്റയിലേക്കും അതേപോലെ തന്നെ അതിൻ്റെ സെയിം ബ്ലോക്ക് ഓഫ്, അതായത് യഥാർത്ഥ അതേപോലെ തന്നെ ബ്ലോക്ക് ആയിട്ടുള്ള സൈഫർ ടെക്സ്റ്റിനേക്കും ഇതെന്തല്ല, ഈ ബെറ്റർ അല്ല അല്ലെങ്കിൽ സെക്യൂർഡ് അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് പിന്നീട് ഒന്ന് നോക്കാം, ഇതൊരു മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തൊരു കാര്യം, അടുത്തിലേക്ക് കടക്കാം. ഇൻ റിയൽ വേൾഡ് സിനാരിയോസ് you should more secure modes like CBC or GCM. GCM means Galois or counter mode with an for better security. ഇതിൽ എന്താ പറയുക, റിയൽ വേൾഡ് സിനാരിയോസിൽ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് CBC or GCM ഉപയോഗിക്കാം വിത്ത് ഫോർ ബെറ്റർ സെക്യൂരിറ്റി വിത്ത് അത് ഫോർത്ത് സ്റ്റാൻഡേർഡാണ്, അത്രേ ഉള്ളൂ. അത് സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത്ര സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും എന്നാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. ദെൻ ECB, ഇലക്ട്രോണിക് കോഡ് ബുക്ക്. അത് ECBൻ്റെ ഫുൾ ഫോമാണ്. നമ്മൾ പറഞ്ഞ ECB എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി മെത്തേഡാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി സപ്ലൈ ടെക്സ്റ്റിൻ്റെ സ്റ്റാൻഡേർഡാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ECBൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോണിക് കോഡ് ബുക്ക്. അപ്പോൾ ECB ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഫോർ ബ്ലോക്ക് സൈഫർ ലൈക്ക് AES, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സിസ്റ്റം സ്റ്റാൻഡേർഡ്സ്, അത്രേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ എന്താണ് ഇതിനൊരു ഓപ്പറേഷൻ മോഡാണ്, ഇതൊരു അൽഗോരിതം പോലത്തെ സംഭവമാണ്. എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹവർ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ECB മോഡ് നോട്ട് റെക്കമെൻഡ് ഫോർ സെക്യൂർ എൻക്രിപ്ഷൻ ഡ്യൂ ടു ഇറ്റ്സ് വൾനറബിലിറ്റി ഫോർ സർട്ടൻ ടൈപ്സ് ഓഫ് അറ്റാക്സ് ലൈക്ക് പാറ്റേൺ റെക്കഗ്നീഷൻ. പാറ്റേൺ റെക്കഗ്നീഷൻ പോലത്തെ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വൾനറബിലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഹാക്കേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ്. അത് എല്ലാ സമയത്തും എന്ത് ചെയ്യില്ല, നോട്ട്സ് റെക്കമെൻഡ് ഫോർ സെക്യൂർ എൻക്രിപ്ഷൻ, സെക്യൂർ ആയിട്ടുള്ള എൻക്രിപ്ഷന് വേണ്ടി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യണില്ല എന്നാണ് പറയുന്നത്. ഇനി ഇഫ് യു ആർ ലുക്കിംഗ് സെക്യൂർ എൻക്രിപ്ഷൻ യു ഷുഡ് കൺസിഡർ യൂസിങ് മോർ CBC സൈഫർ ബ്ലോക്ക് ചെയിനിങ്. അത് CBC എന്ന് പറഞ്ഞാൽ സൈഫർ ബ്ലോക്ക് ചെയിനിങ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓർ GCM ഗലോയ്സ് ഓർ കൗണ്ടർ മോഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കാം. അതിന് പകരം ECBക്ക് പകരം നമുക്ക് അത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ബട്ട് ഇഫ് യു ആർ യൂസിങ് ECB മോഡ്സ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ഓർ നോൺ ക്രിട്ടിക്കൽ കോണ്ടാക്ട്സ്, here how you can perform AES encryption and decryption ECB modes using Kotlin and like അത്രേ ഉള്ളൂ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. CBCയോ അല്ലെങ്കിൽ GCMO ഉപയോഗിക്കണം എഡ്യൂക്കേഷൻ പർപ്പസ് ഓർ നോൺ ക്രിട്ടിക്കൽ കോണ്ടാക്ട്സ്. അതായത് യു ആർ യൂസിങ് എഡ്യൂക്കേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ നോൺ ക്രിട്ടിക്കൽ കോണ്ടാക്ട്സിനോ ഇത് കൂടുതൽ സപ്പോർട്ടാണ്. ആൻഡ് യു ക്യാൻ പെർഫോം AES എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ ECB മോഡ്. അത് AESൻ്റെ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ECB മോഡ്സ് കോട്ലിൻ ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കണേ. അത്രയാണ് ഇതിൻ്റെ കാര്യം പറയുന്നത്. ഇലക്ട്രോണിക് കോഡ് ബുക്ക്, അതായത് ECB മോഡ്. ECB മോഡ് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് കോഡിൻ്റെ സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ സൈഫർ ടെക്സ്റ്റും പ്ലെയിൻ ടെക്സ്റ്റൊക്കെ ആക്കി മാറ്റുന്ന രീതി എങ്ങനെയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സിമ്പിൾ, ജാവ എക്സ് ക്രിപ്റ്റോ സൈഫർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൻ്റെ സൈഫറിൻ്റെ ഉള്ളിലാണ് നമ്മൾ സൈഫർ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രോസസ്സും ഇതിൻ്റെ ഉള്ളിലാണ്, ഈ പാക്കേജിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ ക്രിപ്റ്റോ സ്പെക്ക് സീക്രട്ട് കീയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ UT ബേസ് ഫോർ എന്ന് പറഞ്ഞാൽ യൂട്ടിൽ ഒരു ബേസിക് കോഡിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ബേസ് ഫോർ എൻകോഡ് ഡീകോഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡിങ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇമ്പോർട്ട് ചെയ്യാണ്. ഇനി നമ്മൾ അടുത്തൊരു കാര്യം നോക്കാം, എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഈ ഫംഗ്ഷൻ എൻക്രിപ്ഷൻ AES, അതായത് നമ്മളൊരു ഫംഗ്ഷന് പേര് കൊടുത്തുകൊണ്ട് ഇത് പ്ലെയിൻ ടെക്സ്റ്റ് ഒരു കീയും, ആ കീയും പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. ദെൻ റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു കീ ഒരു സ്ട്രിങ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുക. ആ റിട്ടേൺ ചെയ്ത് കൺവേർട്ട് ചെയ്ത ടൈപ്പ് ആയിരിക്കും, അത് സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വാൽ സൈഫറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണം. AES ECB PKCAP പാഡിങ്, അതിന് 3-4 ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. ദെൻ സീക്രട്ട് കീ സ്പെസിഫിക്കേഷൻസ്, സീക്രട്ട് കീ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ, അത് കീ ഡോട്ട് ടു ബൈറ്ററായി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഏത് മോഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അത് AES മോഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂസ് ചെയ്ത് ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, സൈഫർ ഡോട്ട് ഇനീഷ്യലൈസേഷൻ ചെയ്യുകയാണ്. സൈഫർ ഡോട്ട് എൻക്രിപ്റ്റ് മോഡ്, എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡാണ്. ദെൻ സീക്രട്ട് കീ സ്പെസിഫിക്കേഷൻ, അതായത് ഈ സീക്രട്ട് കീ നമ്മൾ പാസ് ചെയ്യുകയാണ്. എന്ത് സംഭവിച്ചത്, വളരെ സിമ്പിൾ കാര്യമാണ്. സൈഫർ എന്നാൽ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഈ ഇൻസ്റ്റൻസിനുള്ളിൽ തൊട്ട് താഴെ തന്നെ നമ്മളെന്ത് സീക്രട്ട് കീ സ്പെസിഫിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പരിപാടി ചെയ്യുന്ന ആ സീക്രട്ട് കീൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, ആ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കീ ഡോട്ട് ബൈറ്റർ എന്നുള്ള എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റാൻഡേർഡും പാസ് ചെയ്ത് കൊടുത്തു. ദെൻ സൈഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് സൈഫർ ഇനീഷ്യലൈസേഷൻ ചെയ്തു. ദെൻ സീക്രട്ട് കീ സ്പെസിഫിക്കേഷൻ, അത് നമ്മൾ ഈ സൈഫറിനൊരു ഇനീഷ്യലൈസേഷൻ ഒരു മിനിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തൊരു പിന്നെ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ഈ ഒരു എൻക്രിപ്റ്റഡ് ബൈറ്റ്സ്, ഈ ബൈറ്റ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ഡോട്ട് ടു ഡു ഫൈനൽ പ്ലെയിൻ ടെക്സ്റ്റ് ടു ബൈറ്ററാണ്. പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ ബൈറ്ററായി കൺവേർട്ട് ചെയ്തു. ഡു ഫൈനൽ എന്നാണ് ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ട് എൻക്രിപ്റ്റഡ് ബൈറ്റ്സ് ഇതിനെ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. അത് ഇനീഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ ഓട്ടോമാറ്റിക് കൺവേർട്ട് ആകും. ദെൻ എൻക്രിപ്റ്റഡ് ബൈസ് സൈഫർ ഡോട്ട്, അതായത് വീണ്ടും നമുക്ക് ഇവിടെ സൈഫറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഡാറ്റ ഉണ്ടാവും. ഡു ഫൈനൽ ചെയ്തിട്ടുള്ള ഈ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് അത് നോക്കാം. ഈ ടെക്സ്റ്റിന് എന്ത് ചെയ്തു, ആക്ച്വലി കീ ബേസ് ചെയ്തിട്ടുള്ള പ്രോസസ്സൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഏത് ടൈപ്പ് ഓഫ് കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ വിത്ത് കീനെ പ്രോസസ്സ് ചെയ്യാനുള്ളത്, അതിൻ്റെ മോഡ് എന്തൊക്കെയാണ്. ദെൻ ഫൈനലി നമുക്ക് എന്ത് ചെയ്യാണ്, എൻക്രിപ്റ്റഡ് ബൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ദെൻ ബേസ് ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ബേസ് യൂട്ടിലിൻ്റെ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത് എൻക്രിപ്റ്റഡ് ബൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ എൻക്രിപ്റ്റഡ് ബൈറ്റ് എന്ത് ചെയ്യാണ് റിട്ടേൺ ചെയ്യാൻ പാടാറ്.
അപ്പോൾ അത്രേ ഉള്ളൂ എൻക്രിപ്ഷൻ. ഇനി ഡിക്രിപ്ഷൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്ത ഡാറ്റ നമ്മൾ ചെയ്യാണ് തിരിച്ചെടുക്കുകയാണ്. ഇതേ പ്രോസസ്സ് തന്നെ എന്താണ്, സൈഫറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തു, ബൈറ്ററിൻ്റെ ഇൻസ്റ്റൻസ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ ഈ നീറ്റ് സൈഫർ ഡോട്ട് ഡിക്രിപ്റ്റ് മോഡ്, ഇവിടെ എൻക്രിപ്റ്റ് മോഡ് കൊടുത്തതാണ് നമ്മൾ ഡിക്രിപ്റ്റ് മോഡ് കൊടുത്തത്. സീക്രട്ട് കീ സ്പെസിഫിക്കേഷൻ, സീക്രട്ട് കീൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കീ ബൈറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ സൈഫറിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും ആ കീ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടാകും. ദെൻ എൻക്രിപ്റ്റഡ് ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകോഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ കുറച്ച് അതിന് ഒന്നും കൂടി ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എൻക്രിപ്റ്റഡ് ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സൈഫർ ടു ഡു ഫൈനലാണ്, ഇവിടെ പക്ഷേ ഡീകോഡാണ്. അപ്പോൾ ഡീകോഡ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യാണ്, എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ്. എൻക്രിപ്റ്റ് ചെയ്ത ടെക്സ്റ്റ് എന്താണ്, നമ്മൾ ആ കൊടുത്ത ഇവിടുന്ന് വരെ റിട്ടേൺ ചെയ്ത ടെക്സ്റ്റ് ആണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോസസ് ചെയ്ത ടെക്സ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് ബേസ് 64 ഡീഫോൾട്ട് അതിൻ്റെ ഒരു കോഡിങ് സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞല്ലോ, ആ സ്റ്റാൻഡേർഡ് നമ്മളൊന്ന് കൊടുത്തു. ദെൻ ഡിക്രിപ്റ്റഡ് ബൈറ്റ്സ് നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ഡിക്രിപ്റ്റഡ് ബൈറ്റ്സ് നമ്മൾ തിരിച്ചെടുത്തുകൊണ്ട് എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത്, സൈഫർ ഡോട്ട് ഡു ഫൈനൽ, വീണ്ടും നമ്മൾ ഡു ഫൈനൽ എടുക്കുക. എന്താണ് എൻക്രിപ്റ്റ് ബൈറ്റ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഡിക്രിപ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത ഒരു സ്ട്രിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, ഡിക്രിപ്റ്റ് ബൈറ്റ്സ് എന്തായിരിക്കും, യഥാർത്ഥ ആ ഡാറ്റ ആയിരിക്കും. ഇത്ര കാര്യമുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ഈ ഫംഗ്ഷൻ കണ്ട് പിന്നെ ബാക്കി നമ്മൾ എന്താ സാധാരണ പോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിനുള്ളിൽ ഇങ്ങനെ ഈ ഡിക്രിപ്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു കോളിംഗ് മാത്രമാണ്. ഇത്രയാണ് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനെ കുറിച്ച് പറയണത്. എന്ത് വെച്ചിട്ടാണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്, ECB മോഡ് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ അടുത്ത കാര്യം നോക്കാം. വി ഹാവ് റീപ്ലേസ് യുവർ എൻക്രിപ്ഷൻ കീ, യുവർ ആക്ച്വൽ എൻക്രിപ്ഷൻ കീ, എൻഷുർ ദ ഹാൻഡിൽ കീ മാനേജ്മെൻറ്റ് സെക്യൂർലി ആസ് കീ ഈസ് എ ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് യുവർ എൻക്രിപ്ഷൻ സ്കീം. ഇനി അടുത്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കീൻ്റെ സെക്യൂരിറ്റീനെ കുറിച്ചാണ് എന്ത് പറയുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കുക, കണ്ടുകൊടുത്ത് ഒന്ന് സേവ് ചെയ്താതിരിക്കുക, അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. കീസ് എ ക്രിട്ടിക്കൽ കമ്പോണൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റാണ്. അതുകൊണ്ട് അത് വല്ലാതെ അലക്ഷ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഇത് സൈഫർ ബ്ലോക്ക് ചെയിനിങ് CBC മോഡ് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത്. സൈഫർ ബ്ലോക്ക് ചെയിനിങ് ഈസ് എ മോർ സെക്യൂർ മോഡ് ഓപ്പറേഷൻ കമ്പയർഡ് ECB ഓർ ഫോർ AES എൻക്രിപ്ഷൻ. AES എന്ന സ്റ്റാൻഡേർഡ്സിൻ്റെ ഉള്ളിലുള്ള ECB എൻക്രിപ്ഷനെക്കാട്ടും സെക്യൂർഡ് ആണ് എന്ത്, CBC സൈഫർ ബ്ലോക്ക് ചെയിനിങ്. ഹിയർ ഹൗ യു ക്യാൻ പെർഫോം AES എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ ഇൻ CBC മോഡ് യൂസിങ് കോട്ലിൻ ആൻഡ്രോയിഡ്. CBC മോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്, കോട്ലിൻ ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കണത്. അപ്പോൾ പല ആൾക്കാർക്കും ഇത് ഇങ്ങനെ ഉറക്കുമ്പോൾ വരണ്ടാവും, ഇതൊക്കെ കണ്ടിട്ട് ഇതെന്ത് പണ്ടാണെന്ന് വിചാരിച്ചിട്ടേ. അത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ്. അപ്പോൾ ഞാൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഡോക്യുമെൻ്റൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റുള്ളൂ, എനിക്ക് പഠിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നാമത് ചെയ്യുന്നത്. ഞാൻ പഠിക്കും, നിങ്ങളും പഠിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ECB മോഡ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ CBC മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധാരണ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു സൈഫർ എന്ന് പറഞ്ഞത്, പിന്നെ ബേസ് 64. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതായത് IV പാരാമീറ്റർ സ്പെസിഫിക്കേഷൻ ആണ് സീക്രട്ട് കീ സ്പെസിഫിക്കേഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു പാക്കേജ്. ഇത് എൻക്രിപ്ഷൻ സാധാരണ പോലെ തന്നെ നമ്മൾ എന്താ സൈഫർ സീക്രട്ട് കീ സ്പെസിഫിക്കേഷൻ ഒക്കെ കൊടുത്തു, ഈ സ്റ്റാൻഡേർഡ്സ് കൊടുത്തു. ഇവിടെ IV പാരാമീറ്റർ സ്പെസിഫിക്കേഷൻ ഉണ്ട് കൊടുത്തു. IV പാരാമീറ്റർ സ്പെസിഫിക്കേഷൻ എന്താ പറയുക, കൺവേർട്ടറിൻ്റെ ഉള്ളിൽ IV എന്ന് പറഞ്ഞത് സ്ട്രിങ് ആണ്. ഈ കീ IV എന്ന് പറഞ്ഞത് സ്ട്രിങ് കൂടി പാസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് IV എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം, നോക്കാം ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. അപ്പോൾ IVന് കൂടി അതിനുള്ളിൽ IV ബൈറ്റാലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കീയും കൂടി കീ ഉണ്ടാവും. അപ്പോൾ കീ സൈഫർ ഡോട്ട് ഇനീഷ്യൽ കീ, അത് സീക്രട്ട് കീ സ്പെസിഫിക്കേഷൻ. അത് സീക്രട്ട് കീ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കീ ടു ബൈറ്റാലേക്ക് കൺവേർട്ട് ചെയ്താൽ അതും പിന്നെ IVS ഇതും കൊടുക്കുന്നതാണ്. പിന്നെ IVS എൻക്രിപ്റ്റ് ബൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഡു ഫൈനലാക്കിയിട്ട് ഫൈനൽ എൻകോഡ് 64 എൻകോഡ് ചെയ്തുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്തൊരു സ്ട്രിങ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ, ഇതേപോലെ തന്നെ ഈ IVയും കീയും ഇത് കൊടുക്കുക. ദെൻ അതിന് ഡിക്രിപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഫങ്ഷൻസ്, ഡിക്രിപ്റ്റ് മോഡ്, ഇവിടെ എൻക്രിപ്റ്റ് മോഡുള്ള ഇവിടെ ഡിക്രിപ്റ്റ് മോഡ്, പിന്നെ സീക്രറ്റ് കുറച്ച് കൺസ്ട്രക്ഷനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പോകും. ദെൻ ഡീഫോൾട്ടായിട്ട് സാധാരണ ഡു ഫൈനൽ ചെയ്ത് ദെൻ സ്ട്രിങ്ങിൻ്റെ കൺസ്ട്രക്ഷനുള്ളിൽ കൂടെ വിളിച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യും. ഇവിടെ IV എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനീഷ്യലൈസേഷൻ 16 ബൈറ്റ്സ്, അതായത് കുറച്ചും കൂടി കീ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി നമുക്ക് രണ്ട് കീ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് കീയും ഒന്ന് IV എന്ന് പറയുന്നത്. ഒരു ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കീ കൂടി നമ്മൾ ആഡ് ഓൺ അടിച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടി സെക്യൂരിറ്റി കൂടുതലായിരിക്കും. കാരണം മറ്റൊരു സിംഗിൾ ഇൻസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ സിംഗിൾ കീ വെച്ചിട്ടാണ് നമ്മളത് എടുക്കുന്നത്. ആ സ്ഥാനത്ത് ഇവിടെ രണ്ട് കീ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ എൻക്രിപ്റ്റ് ഡിക്രിപ്റ്റ് എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു പ്രോഗ്രാം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദെൻ നമ്മൾ എന്താണ്
In this case, replace encryption key and your actual initial encryption key. Need to replace your encryption key with your actual encryption key with the secure initialization vector 4. Unique every encryption operation prevents certain type of attacks. Therefore, usually 16-bit AES encryption. The 16 bytes AES encryption വേണ്ടിയിട്ടാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം 2 കീ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് കൗണ്ടർ മോഡ്. എന്താണ് കൗണ്ടർ മോഡ് എന്നുള്ള കാര്യങ്ങൾ? CTR, അതായത് കൗണ്ടർ മോഡ്. ഈ അനദർ ബോക്സ് സൈഫർ മോഡ്. അത് സൈഫർ മോഡ് കൺവേർട്ട് ചെയ്യുന്നതിന് വേറൊരു മോഡാണ്. എന്താണ്? ഓഫ് ഓപ്പറേഷൻ ദാറ്റ് പ്രൊവൈഡ് കോൺഫിഡൻഷ്യാലിറ്റി സിമിലർ CBSE മോഡ്. CBSE മോഡ് തന്നെ കുറച്ചും കൂടി കോൺഫിഡൻഷ്യാലിറ്റി പ്രോഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഓൾസോ അലോസ് പാരലൽ എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ. ഇത് പാരലൽ ആയിട്ടുള്ള ഒരേ സമയം ഒന്നിലധികം ചെയ്യണ പോലെ. അപ്പോൾ അത് പാരലൽ ആയിട്ടാണ് ഇത് നടക്കാൻ പറ്റി. ഇറ്റ് സ്യൂട്ടബിൾ ഫോർ എൻവയോൺമെൻറ്റ്സ് വേർ പാരലൽ പ്രോസസ്സിംഗ് ഇമ്പോർട്ടൻ്റ്. അതായത് പാരലൽ പ്രോസസ്സിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സിനാണ് ഇത് ഏറ്റവും നല്ലത്. Here is how you can perform AES encryption and decryption in CTR mode using Catalan. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് താഴത്ത് പറയുന്നത്. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? പാരാമീറ്റർ സ്പെസിഫിക്കേഷൻ കീ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളിവിടെ AESയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഡിഫറൻസ് വരുന്ന ഭാഗം എവിടെ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതാണ്. CTR നോഡ് ഫോർവേഡിങ് അങ്ങനെ അങ്ങോട്ട് കൊടുത്തു വന്നു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ 4 സൈഫർ എൻക്രിപ്ഷൻ സീക്രട്ട് കീ എന്തൊക്കെയാണ് കൊടുത്ത് then cipher do finally and encode string encrypted by 64 default. ഇതേപോലെ തന്നെ നമ്മൾ കൊടുത്തു. then കാരണം എൻക്രിപ്റ്റ് കീ അത്ര കാര്യങ്ങളൊക്കെ ഉള്ളു. IV പാരാമീറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നത്. അത് കാര്യങ്ങളൊക്കെ നോ പാഡിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോ പാഡിങ് ഇവിടെ PKCS പാഡിങ് ഉണ്ടാവുക, അവിടെ നോ പാഡിങ് ആണ്. അപ്പോൾ അതൊന്ന് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഒന്ന് നോക്കുക. അതേപോലെ തന്നെ ആ എൻക്രിപ്ഷനിൽ ഡിക്രിപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? സാധാരണ പോലെ തന്നെ ചെയ്യും. കോഡ് നിങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. Then just like before you replace your 16 bytes ASG or 16 byte IV here, an actual 16 byte initialization vector should kept secure. You say not reused for different message, not reused എന്താണ് initialization അത് വീണ്ടും ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. Then remember CTR mode require unique 4 of each encryption and the 4 you should never repeat for the same key. This uniqueness ensures security encryption. അതൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ സെക്യൂരിറ്റി എൻക്രിപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാൻ പറ്റും നോക്കട്ടെ ഇതിൻ്റെ ലിങ്ക്. പിന്നെ നമ്മൾ അടുത്തത് ഗലോറിയസ് ഓർ കൗണ്ടർ മോഡ്, GCM മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഗലോയിസ് ആണ്, ഗലോറിയസ് എന്നല്ല. ഗലോയിസ് ഓർ കൗണ്ടർ മോഡ് GCM മോഡ്. Galois or counter mode, അതായത് GCM is an authenticated encryption mode that not only provide confidentiality but also offers authentication and integrity checking for the data being encrypted. അതായത് ഇത് എന്താണ്? authenticated encryption mode ആണ്. that not only provides confidentiality, ഞാൻ എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നും എന്ത് ചെയ്യില്ല ഇല്ല, ബട്ട് ഓൾസോ ഓഫേഴ്സ് ഓതൻറ്റിക്കേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി ചെക്കിങ്. അത് ഇതെന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്? ഓതൻറ്റിക്കേഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യും ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഡാറ്റ ബീങ് എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യാണ്? ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുകയാണ്, അതിനെ എൻക്രിപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ഇതിന് കുറച്ചും കൂടി സെക്യൂരിറ്റി ഉള്ള വേറൊരു മോഡൽ. ദിസ് മേക്സ് മോർ സെക്യൂർ ചോയ്സ് ഫോർ എൻക്രിപ്ഷൻ ദാൻ ECB ECBനെക്കാട്ടി കുറച്ചും കൂടി സെക്യൂരിറ്റി കുറച്ചും കൂടി നല്ല സെക്യൂരിറ്റിയാണ് എന്നുള്ള പറയാം. ഹിയേഴ്സ് ഹൗ യു ക്യാൻ പെർഫോം AES എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ GCM മോഡ് യൂസിങ്. എങ്ങനെയാണ് ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ പാഡിങ്, AES, പിന്നെ എൻക്രിപ്ഷൻ മോഡ്, സീക്രട്ട് കീ, എൻക്രിപ്ഷൻ പ്ലെയിൻ ടെക്സ്റ്റ്, പക്ഷേ ബേസിക്സ് ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ഇത് കോളം വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഇതായിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. സൈഫർ ഫോർ IV എന്നുള്ള ലെവലിൽ ഒരു IV ക്രിയേറ്റ് ചെയ്ത് അതിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യാണ് അവിടെ വിളിക്കുകയാണ്. അതായത് IV എന്ന കാര്യങ്ങളൊക്കെ വിളിച്ചാണ് അത് കൺവേർട്ട് ചെയ്യണം. IV ഇവിടെ കൺസ്യൂം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഡിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ഐഡിയ ഉപയോഗിക്കുന്നുണ്ട്. IV കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. IV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് IV ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെയാണ് IV പാസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാണ് എങ്ങനെയൊക്കെയാണ് ഡിക്രിപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. പ്രോഗ്രാമിങ് ഞാൻ ജസ്റ്റ് കൂടി കാണിച്ചു തരാം.
ലൈൻ ബൈ ലൈൻ വായിക്കണില്ല, പോസ് ചെയ്ത് നിങ്ങൾ കാണുക. മനസ്സിലാവാതിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കൂടി ഓപ്പൺ ആയിട്ട് നമുക്കൊരു ഓപ്പൺ സ്റ്റഡി മെറ്റീരിയൽ സിസ്റ്റം എന്നുള്ള ലെവലിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് ഇതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ റീപ്ലേസ് വിത്ത് യുവർ ആക്ച്വൽ 16 key. And GCM mode also use an effort, but it's generated automatically as a part of encryption process. അത് എന്താണ് പിന്നെ റീപ്ലേസ് ചെയ്യാണ്, ഈ ഒരു കീ റീപ്ലേസ് ചെയ്യാൻ വെച്ചു ആക്ച്വൽ 16 ബൈറ്റ് കീ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കെ ആണ് നന്നാവും. പിന്നെ ദെൻ GCM മോഡ് ഓൾസോ യൂസസ് ആൻഡ് ഫോർ IV ഫോർ അല്ല IV ആണ്, സോറി IV എന്നാണ് കേട്ടോ. ബട്ട് ഇറ്റ്സ് ജനറേറ്റ് ഓട്ടോമാറ്റിക്കലി ആസ് എ പാർട്ട് ഓഫ് എൻക്രിപ്ഷൻ പ്രോസസ്. ഓട്ടോമാറ്റിക്കലി എന്താണ് ജനറേറ്റ് ചെയ്ത പാർട്ട് ഓഫ് എൻക്രിപ്ഷൻ പ്രോസസ്സ് ആയിരുന്നു. എൻക്രിപ്ഷൻ പ്രോസസ്സിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ജനറേഷൻ പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാഡിങ് എന്താ നോക്കാം. In AES encryption, padding is a process of adding extra data to plain text that's a multiple block of size. This is necessary because AES block cipher and is can only encrypt that a multiple of block size. അതായത് പാഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് കുറച്ച് ഡാറ്റാസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാമ്പാറിൽ നമ്മൾ മറ്റേ ഇതൊക്കെ കുറച്ചും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ എന്താ വെച്ചാൽ ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന റെസിപ്പീസ് ആഡ് ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിനാണ് ഈ പാഡിങ് എന്ന് പറയുക. അത് കുറച്ചും കൂടി സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. Then നമ്മൾ എന്ത് ചെയ്യാണ്, there are two types of padding AES encryption. PKCS7 padding is the most common type of padding. Is add extra bytes of the plain text that total length of multiple of the block size. അതായത് നമ്മൾ ടോട്ടൽ സൈസ് ആയിട്ടുള്ള ബ്ലോക്കിൻ്റെ മൾട്ടിപ്പിൾ സൈസാണ് ഈ പാഡിങ് 7 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദ എക്സ്ട്രാ ബൈറ്റ്സ് ആർ ഫീൽഡ് വാല്യൂസ് 1 to ദ ബ്ലോക്ക് സൈസ്. അത് 1 മുതൽ എന്ത് ചെയ്യാണ് വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് PKCS7 എന്ന് പറയുന്ന പാഡിങ് ഉപയോഗിക്കുന്നത്. അതിന് XT സൈസും ആയിരിക്കും ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. നോ പാഡിങ്, ഇത് പാഡിങ് ഇല്ലെങ്കിൽ എന്താണ് നോ type of padding that does not add any extra bytes of a plain text. This can more efficient but it is also less secure. അത് ഇതിലൊരു പാഡിങ് ഉപയോഗിക്കണില്ല, അഡീഷണൽ ആയിട്ട് ഒന്നും കൊടുക്കണില്ല, പക്ഷെ എന്താണ് വളരെ എക്സ്ട്രാ പ്ലെയിൻ ടെക്സ്റ്റിലേക്കൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇതെന്താണ് എഫിഷ്യൻ്റ് ആണ്, പക്ഷേ എന്താ ചെയ്യുക സെക്യൂരിറ്റി ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇൻ ആൻഡ്രോയിഡ് ഡീഫോൾട്ട് പാഡിങ് ഫോർ AES encryption PKCS7 padding. However, you can also use no padding if you are prefer. അത് നിങ്ങൾ ഇഷ്ടം പോലെ എന്ത് PKCS വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോ പാഡിങ് ഉപയോഗിക്കണമെങ്കിൽ. ആൻഡ്രോയിഡ് ഡീഫോൾട്ടായിട്ട് പ്രിഫർ ചെയ്യുന്നത് PKCS7 പാഡിങ് ഉപയോഗിക്കാനാണ്, കാരണം സിമ്പിൾ സെക്യൂരിറ്റി അതാണ്. ഹിയർ ഈസ് എക്സാമ്പിൾ ഹൗ പാഡിങ് വർക്ക് AES encryption. AES encryption എങ്ങനെയാണ് പാഡിങ് വർക്ക് ചെയ്യുന്നത്. Let's say plain text hello world, the block size 16 bytes, the plain text not multiple for block size, so we need 2 bytes of plain padding. The padding will be filled the values 1 2 and encrypted hello world 1 2. The padding removed when ciphertext is decrypted. Whether you are padding no padding AES encryption depends on your specifications. If you are most secure encryption, then you should use PKCS7 padding. However, you need optimized performance, then you can use no padding. ഒന്നുമില്ല, അതായത് ഇപ്പോൾ പാഡിങ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക, ഈ അലവേൾഡിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഈ ഹെവേർഡ് 1 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പാഡിങ്ങാണ് ഉപയോഗിക്കുന്നത്, 1 ഉം 2 ഉം കൊടുക്കുക കഴിഞ്ഞാൽ 1 2 എന്നാണ് വരും. അത് ഡിക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പോലെ തന്നെ ആവും എന്നാണ് പറയുന്നത്. ദെൻ ഇൻ ജനറൽ റെക്കമെൻഡ് ടു യൂസ് പാഡിങ് AES encryption unless you specific reason not to. Padding makes encryption more secure and prevents attacks such as padding oracle attacks. അത് പാഡിങ് oracle attack എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യണേ പാഡിങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേപോലെ അല്ല, മറ്റേതിനൊക്കെ എന്താ എൻക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ് നമ്മൾ കൂടുതലായിട്ട് ഡാറ്റ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് കുറച്ചും കൂടി അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സാധ്യത ഉണ്ടെങ്കിലും തന്നെ അത് കിട്ടും എന്നുള്ള കാര്യം പറയാം. പക്ഷേ ഈ പാഡിങ് കൂടി ആഡ് ചെയ്തതിന് കുറച്ചും കൂടി എന്താ കോംപ്ലിക്കേറ്റ് ആയിരിക്കും അറ്റാക്കേഴ്സിന് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. Then how to secure secret key encryption in Android. എങ്ങനെയാണ് സീക്രട്ട് സെക്യൂർ ആക്കി മാറ്റുന്നത് AES encryption ആൻഡ്രോയിഡിൽ. അപ്പോൾ അതിന് there are several ways. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് എൻക്രിപ്ഷൻ. ഹിയർ ഫ്യൂ കോമൺ മെത്തേഡ്സ്, എന്തെങ്കിലും കുറച്ച് കോമൺ മെത്തേഡ്സ്. സ്റ്റോർ ദ കീ ഇൻ ആൻഡ്രോയിഡ് കീ സ്റ്റോറിൽ ആൻഡ്രോയിഡ് കീ സ്റ്റോറിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്തേക്കാം എന്നുള്ള പറഞ്ഞത്. ആൻഡ്രോയിഡ് കീ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അങ്ങനെ ബിൽഡ് ഇൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യു ക്യാൻ key stores your secret key securely. It will be only accessible your application മാത്രം എന്ത് ചെയ്യാറ്
കീ സ്റ്റോർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. കീ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കി എന്താണ് കീ സ്റ്റോർ, JKS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട് നമ്മൾ കീ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു സംഭവത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത മെത്തേഡ് ഹാർഡ്വെയർ സെക്യൂരിറ്റി മോഡ്സ്, അതായത് HSM. ഹാർഡ്വെയർ സെക്യൂരിറ്റി മോഡ്സ് ഫിസിക്കൽ ഡിവൈസ് ഡിസൈൻ ടു സ്റ്റോർ മാനേജ് ക്രിപ്റ്റോഗ്രാഫിക് കീ. ക്രിപ്റ്റോഗ്രാഫിക് കീ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ പറ്റും. HMS more often used to enterprise environments where there is high need of security. High need securityക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് എന്ത് ചെയ്യാണ് HSM അല്ലെങ്കിൽ ഹാർഡ്വെയർ സെക്യൂരിറ്റി മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാം, മൊഡ്യൂൾ ഫിസിക്കൽ ഡിവൈസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദെൻ യൂസ് എ കീ ഡെറിവേഷൻ ഫംഗ്ഷൻ, KDF. A KDF is a function that takes a password other input that generates cryptography. അത് നമ്മളൊരു പാസ്വേഡും കീവേഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിപ്റ്റോഗ്രാഫിക്ക് കീ തരും. ആ കീ എന്ത് ചെയ്യാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അത് നമുക്ക് അവിടെ എൻക്രിപ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാം. പിന്നെ വീണ്ടും നമുക്ക് അത് റിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ അതേപോലെ ക്രിപ്റ്റോഗ്രാഫിക് കീ അത് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിപ്റ്റോഗ്രാഫിക് കീ വീണ്ടും തരും. അപ്പോൾ ആ കീനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ഡാറ്റ ഡിക്രിപ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് നമ്മളെന്താ ചെയ്യുക, എൻക്രിപ്റ്റ് കീ വിത്ത് അനദർ കീ. അത് കീ എന്താ എൻക്രിപ്റ്റ് ചെയ്ത കീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കീ വെച്ചിട്ട് നമുക്ക് അനദർ കീ ജനറേറ്റ് ചെയ്യാം. യു ക്യാൻ എൻക്രിപ്റ്റ് നെസറി കീ വിത്ത് അനദർ കീ ദാറ്റ് ഇസ് സ്റ്റോർഡ് മോർ സെക്യൂർ ലൊക്കേഷൻ. അത് കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. ദിസ് ക്യാൻ ഡൺ യൂസിങ് ടെക്നിക് കോൾഡ് കീ റാപ്പിംഗ്. കീ റാപ്പ് ഈ ഒരു പ്രോസസ്സ്, അതായത് എൻക്രിപ്റ്റ് ചെയ്ത കീനെ നമ്മൾ മറ്റൊരു കീ കൊണ്ട് പിന്നെ ലോക്ക് ചെയ്ത് വിടുന്ന പരിപാടിനെയാണ് നമ്മൾ എന്താ കീ റാപ്പിംഗ് എന്ന് പറയുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ കീ റാപ്പിംഗ് എന്ന് പറയും. പിന്നെ ദെൻ നെക്സ്റ്റ് നോക്കുക, ദ ബെസ്റ്റ് വേ സെക്യൂർ ദ സീക്രട്ട് കീ AES എൻക്രിപ്ഷൻ ഇൻ ആൻഡ്രോയിഡ് വിൽ ഡിപ്പെൻഡ് ഓൺ യുവർ സ്പെസിഫിക് നീഡ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. അതിൻ്റെ എന്താണ് ബെസ്റ്റ് ഏത് സെക്യൂരിറ്റി കീയുടെ എൻക്രിപ്ഷൻ എന്തിനാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇഫ് യു ആർ സ്റ്റോറിങ് സെൻസിറ്റീവ് ഡാറ്റ ദെൻ യു ഷുഡ് സെക്യൂർ സ്റ്റോറേജ് സൊല്യൂഷൻ സച്ച് ആസ് ആൻ ആൻഡ്രോയിഡ് കീ സ്റ്റോർ ഓർ ഹാർഡ്വെയർ സെക്യൂരിറ്റി മൊഡ്യൂൾ. അത് നിങ്ങൾക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ പിന്നെ യൂസേഴ്സിൻ്റെ ഡാറ്റ പോലെ സെക്യൂർ ആയിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യാണ് നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കീ സ്റ്റോറിലോ അല്ലെങ്കിൽ ഹാർഡ്വെയർ സെക്യൂരിറ്റി മൊഡ്യൂളിലൊക്കെ കീപ്പ് ചെയ്തായിരിക്കും നന്നാവുക എന്നുള്ള കാര്യമാണ്. ഇഫ് യു ആർ നോട്ട് സ്റ്റോറിങ് സെൻസിറ്റീവ് ഡാറ്റ ദെൻ യു ക്യാൻ യൂസ് സിമ്പിൾ മെത്തേഡ് സച്ച് ആസ് എൻക്രിപ്റ്റിംഗ് കീ വിത്ത് അനദർ കീ. അത് കീ വെച്ച് നമുക്ക് അനദർ കീ ജനറേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയാം. വലിയ സെക്യൂരിറ്റി ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ. ഹിയർ ഈസ് സം അഡീഷണൽ ടിപ്സ് സെക്യൂർ സീക്രട്ട് കീ AES എൻക്രിപ്ഷൻ ആൻഡ്രോയിഡ്. അത് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് കുറച്ച് ടിപ്സാണ് നമ്മൾ പറയുന്നത് AES എൻക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള. യൂസ് സ്ട്രോങ് പാസ്വേഡ് ഒരു പാസ് ഫ്രേസ് ടു പ്രൊട്ടക്റ്റ് കീസ്. അത് ഈ സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിക്കുക, പാസ് ഫ്രേസ് ഒക്കെ ഉപയോഗിക്കുക. ഇതിൻ്റെ പാസ്വേഡ് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും 100 ക്യാരക്ടേഴ്സ് ലോങ്ങുള്ള ഉപയോഗിക്കുക. ആൻഡ് ഷുഡ് ഇൻക്ലൂഡ് മിക്സ് അപ്പർ കേസ് ലോവർ കേസ് ലെറ്റേഴ്സ് നമ്പേഴ്സ് സിംബൽസ് ഒക്കെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി എന്തായിരിക്കും സെക്യൂരിറ്റി കൂടുതലായിരിക്കും, ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഹാക്കേഴ്സിനൊക്കെ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് കീ പാസ്വേഡ് ഓർ പാസ് ഫ്രേസ് റെഗുലർലി. എന്താണ് പാസ്വേഡും പാസ് ഫ്രേസൊക്കെ എപ്പോഴും റെഗുലറായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വിൽ ഹെൽപ്പ് പ്രൊട്ടക്റ്റ് കീ ഫ്രം കോംപ്രമൈസ്ഡ് ഇഫ് ദ പാസ്വേഡ് ഈവർ ഗെറ്റ്സ് ഓർ സ്റ്റോൾ. അതായത് നമുക്ക് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കീ പാസ്വേഡ് ഉപയോഗിക്കാൻ നമുക്ക് ലീക്കേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ആ പാസ്വേഡ് മാറ്റുമ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഹാക്കേഴ്സിന് അത് പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കീപ് ദ കീ സീക്രട്ട്. കീൻ്റെ സീക്രട്ട് എന്ത് ചെയ്യുക, എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നീറ്റ് ആക്സസ് ടു ഡു നോട്ട് സ്റ്റോർ കീ ഇൻ പ്ലെയിൻ ടെക്സ്റ്റ് ഓർ ഫയൽ ദാറ്റ് ഈസ് ആക്സസിബിൾ അതേഴ്സ്. അത് മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ബാക്കപ്പ് ദ കീ എന്ത് ചെയ്യുക, ബാക്കപ്പ് ചെയ്ത് നോക്കുക. അത് കീ എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ കറക്റ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ മൊത്തം മിസ്സാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ബാക്കപ്പ് കോപ്പി നമ്മൾ എപ്പോഴും എടുത്തേക്കാൻ ശ്രമിക്കുക. സ്റ്റോർ ഇൻ സെക്യൂർ ലൊക്കേഷൻ. അതായത് നമ്മളിപ്പോൾ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളിലേക്കാട്ടും ബെറ്റർ കൂടി നമ്മൾ ഓഫ്ലൈനായിട്ടുള്ള പെൻഡ്രൈവിലോ അങ്ങനത്തെ ഒരു കീ എന്ത് ചെയ്യുക, അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്താ AES എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സിന് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു എൻക്രിപ്ഷൻ മെത്തേഡ്സ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് കുറേ ആൾക്കാർക്ക്, കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.